അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി എന്താണ്? വലിയ പയറ്, വൻപയറും മത്തങ്ങായും കൂടിയാട്ടോ. ഒരു മത്തൻ്റെ കഷ്ണം ഇവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതാ ഈ ഒരു മത്തൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഈ വലിയ വൻപയർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി വെക്കുമ്പോൾ അത് കലങ്ങിപ്പോകും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പയറൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയും വെള്ളം വേണ്ടി വരും. ഇത് മതിയാവും. ലേശം ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ. നമ്മൾ വേറൊക്കെ അടുപ്പത്ത് വെച്ചാൽ അതിക്ക് ഒരു അരപ്പ് ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങ, അരമുറിൻ്റെ പകുതി തേങ്ങ, 2 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി കേട്ടോ. ഇതിലേക്ക് ലേശം ജീരകം കൂടി അരക്കാം. ജീരകം നല്ല ജീരകമാണ്. ജീരകം, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടെ അരച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ്ട് ഉണ്ടാക്കട്ടോ. രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ ഇല ഇതിലിട്ടിട്ടുണ്ട്. അപ്പം എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് ഒരു കറി അങ്ങോട്ട് വെക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി ടേസ്റ്റുള്ള ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. നമ്മളെ പയർ ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മത്തങ്ങായും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക. ഒറ്റ വിസിലാണ്ട് അടിച്ചാൽ ഇതാ. അപ്പം നമ്മളെ മത്തനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നു. നമുക്കിതിൽ അരപ്പിടാം. ഇതാ അരച്ച് വെച്ച അരപ്പ് ഇതിൽ കണ്ട് വയ്ക്കുക. കുറച്ചും കൂടെ വെള്ളം ഇതിൽ യാറ് കഴുകിയാണ്ട് ഒന്നാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിക്ക് ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ കുക്കറായതുകൊണ്ട്. നല്ല പാകത്തെ മൂപ്പുള്ള മത്തനാട്ട കിട്ടി. അധികം മൂത്തിട്ടുമില്ല, എന്നാൽ തീരെ കുറവില്ല. കണ്ടോ, അതൊന്ന് തിളക്കണം. കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം നമുക്ക്. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ലേശം വെളിച്ചെണ്ണ വെച്ചു. ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് 2 സ്പൂണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിക്ക് വേണ്ടിയ സാധനങ്ങൾ ഇതാ: ഒരു ചുമന്ന ഉള്ളി, 2 വറ്റൽമുളക്, കറിവേപ്പ്, ഒരു നുള്ള് ഇങ്ങനെ ഒരു പിടി തേങ്ങയും കൂടി അതിലിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിന് കടുക്, അരിഞ്ഞ് വെച്ച ചെറിയുള്ളി, ചുമന്ന ഉള്ളി, ഒരു തീയ അളവിൽ വേണ്ട ഒരു നുള്ള് തേങ്ങ, തീ കുറച്ചിട്ട്, പിന്നെ വറ്റൽമുളക്, മൂത്തിട്ട് നമുക്ക് കറി ഇതിട്ടുണ്ട് ഇവിടെ കാണുള്ളൂ. കറി എന്താണ് കറിവേപ്പിൻ്റെ ഇല, 2 തണ്ട് കറിവേപ്പ്, തേങ്ങയൊക്കെ മൂത്ത് വന്നു. തേങ്ങ എന്നൊന്നും പറയാനില്ല, ഒരു വലിയ അളവില്ല കേട്ടോ. അത് ഇരിക്കണ്ടേ. അങ്ങനെയാണ് നമ്മളെ കറി ഉള്ളത്. എനിക്ക് ലേശം കൂടെ വെള്ളം, ചൂടുവെള്ളം ഈ എന്താണ് കുക്കറൊന്ന് കഴുകി വെച്ച് കൊടുക്കുക. ഈ വെള്ളം കുറവാണ്. കണ്ട നമ്മൾ അടിപൊളി കറി. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട നിങ്ങൾ എല്ലാവരും. ചോറിന് പറ്റു കറിയാണിത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റും ഈ കറി. അല്ല അപ്പം ഞാൻ ഉപ്പൊന്നും നോക്കിയില്ല. ഉപ്പ് സീനിനെ കൊണ്ട് നോക്കിയ നമുക്ക് നോമ്പായതുകൊണ്ട് ഉപ്പ് നോക്കാൻ പറ്റണില്ല. അപ്പം ഇന്നത്തെ കറി ഇതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ കറി. എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി. മൊത്തം പല രീതിയിലും വെച്ചുണ്ടാക്കാം. നമുക്ക് ചെറുപയറിൽ പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ. അപ്പോൾ അതൊരു പാകത്തിന് മൂപ്പുള്ള ഒരു മത്തനേന്ന് ഇതുപോലെയുള്ളത് വാങ്ങുക. അധികം വഴുത്താലൊരു മധുരമായിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ. ഇനി അടുത്ത വീഡിയോ ഇട്ട് പെട്ടെന്ന് വരും. ഞങ്ങളെല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തീ ഓഫാക്കുക. എല്ലാവരോടും ഒരുപാട് നന്ദി, നമസ്കാരം, സലാം.